അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹമായി. ഈ പലപ്പോഴും തണുത്തു പോകുന്നുണ്ടല്ലോ, കാലങ്ങളായിട്ട് ഒരേ അനുഭവം. ഞാൻ യെരമ്യാ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് പകൽക്കാലം ദൈവവചനം സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു കാലഘട്ടം വരുമ്പം യെരമ്യാവ് തൻ്റെ ശുശ്രൂഷയെ പോലും സംശയിക്കുന്ന ഒരു കാലഘട്ടം അവൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. സ്തോത്രം. യെരമ്യാവിനെ പറ്റി നമുക്കറിയാം. യെരമ്യാവ് കരയുന്ന പ്രവാചകനെന്നാണ് നമ്മൾ ആദ്യം അറിയുക. എന്നാൽ അതേ സമയം തൻ്റെ ഒരു ഫുൾ മിനിസ്റ്റീരിയൽ സൈക്കിളിൽ ഒരാത്മാവിനെ പോലും രക്ഷിച്ചൊരു സഭയെ സ്ഥാപിക്കാൻ കഴിയാതെ പോയ ഒരു പ്രവാചകനായ യെരമ്യാവ്. അവൻ്റെ കാലഘട്ടത്തിൽ, അവൻ്റെ ശുശ്രൂഷ കാലയളവിൽ വലിയ മാറ്റങ്ങളൊന്നും, വലിയ മടങ്ങിവരവുകളൊന്നും, വലിയ ഉണർവുകളൊന്നും യെരമ്യാവിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. കുറേ കാലങ്ങളോളം. അവസാനം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ ജനിപ്പിക്കാൻ, ഞാനിങ്ങനെ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പുരുഷൻ ശപിക്കപ്പെടട്ടെ എന്നൊക്കെയാ 20-21 അധ്യായത്തിൽ യെരമ്യാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവൻ എത്ര ഡിപ്രഷനായ ഒരനുഭവത്തിൽ, അത്ര നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരനുഭവം ശുശ്രൂഷയുടെ മേഖലയിലെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോഴും ഇവനെ ഉദരത്തിൽ നിന്ന് കണ്ട ദൈവം നെക്സ്റ്റ് വേർഡ്, യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് എന്തെന്നാലെന്ന് പറഞ്ഞുകൊണ്ട. സ്തോത്രം. നമ്മൾ നിരാശരായി ഇരുന്നാലും, നമ്മൾ ചില സമയങ്ങളിൽ തകർന്നു പോയാലും, അതിൻ്റെ ഇടയിൽ, അതിൻ്റെ മധ്യത്തിൽ നമ്മോട് സംസാരിക്കുന്ന, തൻ്റെ വിലയേറിയ അരുളപ്പാടുകളെ പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെയാ ചില സമയങ്ങളിൽ നമ്മളങ്ങ് തകർന്ന് താളടിയായി പോകുന്ന നിമിഷങ്ങളിൽ, നിരാശ കൊണ്ട് കൂപ്പുകുത്തുന്ന നിമിഷങ്ങളിൽ, സ്തോത്രം, ഇതുപോലെയുള്ള ഓരോ ആത്മാക്കൾ, ഇതുപോലെയുള്ള ഓരോ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തേജനമായി തീരണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, സഭയ്ക്കകത്ത് ദൈവിക പ്രവർത്തനങ്ങൾ ജീവനുള്ളതായി പുനരുജ്ജീവിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നിരാശപ്പെട്ട് തകർന്ന് ഈ ഒഴിഞ്ഞ ചെയറുകളും കണ്ട് മടുത്തു, ഇത് കൂടുതലൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനിൽ നമ്മൾ തന്നെ എത്തും. നോ, അങ്ങനെ കൺക്ലൂഷനൊന്നും ആരും ഇട്ടേക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ശാന്തമായിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ ആത്മീകമായിട്ടാണ് ഞാൻ പറയുന്നത്. ആരും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, സഹോദരന്മാരാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എൻ്റെ ചർച്ചിൻ്റെ അവസ്ഥ ഇവിടെ കൊണ്ടൊക്കെ തീരും എന്നൊരിക്കലും പറയരുത്. സ്തോത്രം. ഇങ്ങനെയാണ് ഇസ്രായേലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ ഇത് തന്നെയാണ് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു, ഇതൊക്കെ തീർന്നു, ഇതേ തീർന്നു, ഒരിക്കലും പിടിക്കപ്പെടത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ച ആലയം പിടിക്കപ്പെട്ടു. ദൈവം അതിൻ്റെ മധ്യത്തിൽ. നിങ്ങൾ ആലയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഇതറിയത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലയം എന്ന് പറഞ്ഞാൽ 4 ചുവരുകെട്ടുകളേ ഉള്ളൂ. ഇവിടെ ആര് വന്ന് എന്ത് ചെയ്താലും, ഗവൺമെൻറ് വന്ന് പിടിച്ചുകൊണ്ട് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവർ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയല്ല. അവരുടെ ദൈവത്തിൻ്റെ ആധിപത്യമാണ് അവരുടെ രാജ്യത്ത്. 3 പ്രാകാരങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. മൂന്ന് ഘട്ടങ്ങളാണ് അതിനകത്ത്. നിങ്ങൾ ചിന്തിക്കണം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് എന്തുവാ? They believe that God literally lives there. ദൈവത്തിൻ്റെ തിരുനിവാസമാണെന്ന്, ദൈവം യഥാർത്ഥമായി ഇരിക്കുന്ന ഇടമാണെന്ന് അവരുടെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ അവർ വിശ്വസിച്ചിരുന്ന ഇടമാ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് no one can enter. വർഷത്തിലൊരിക്കൽ പുരോഹിതൻ തന്നെ അതിതീവ്രമായ വിശുദ്ധീകരണ നിയമങ്ങളിലൂടെ കടത്തിവിട്ട് അതീവ വിശുദ്ധിയോടെ ആ അതിവിശുദ്ധ സ്ഥലത്തിനകത്തോട്ട് പോകും. അപ്പോഴും പേടിയാ. അതുകൊണ്ട് എന്ത് ഇട്ടിട്ടുണ്ട്? ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നത്, കിലുങ്ങുന്ന അതിനെന്താ ഒത്തിരി സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലുണ്ട്. ഈ കിലുക്കം നിന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? പോയോ തീർന്നു, വലിച്ചെടുത്തോണമെന്നാ. അത്രമാത്രം അതിഭയങ്കരമായ ദൈവസാന്നിധ്യം നിൽക്കുന്ന ഒരാലയം പിടിക്കപ്പെടുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നൊന്നല്ലായിരുന്നു. ആ കോണ്ടെക്സ്റ്റിൽ അതിനെ മനസ്സിലാക്കണം. പക്ഷേ നോക്കുമ്പോൾ വേണ്ടേ, അന്യജാതിക്കാർ വന്ന് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇതിൻ്റെ അകത്ത് ആരില്ലായിരുന്നു? കണ്ടോ? കണ്ടോ? അവരുടെ വിശ്വാസം മാറുന്നുണ്ടോ? അവരുടെ ചിന്തകൾ മാറുന്നുണ്ടോ? അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് മാറി, സ്തോത്രം, വ്യത്യസ്തരായി പോകുന്നത് കണ്ടോ?
ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഇങ്ങനെ ഒരു നിരാശയിൽ, ഇങ്ങനെ ഒരു എന്താ പറയുന്ന ചിന്തയിലുള്ള മാറ്റമുണ്ടായ ഒരു കാലഘട്ടമാണ് ഈ യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. തുടങ്ങുമ്പോഴൊക്കെയുള്ള ചില ഭാഗങ്ങൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. വേഗത്തിൽ വായിക്കാം. യിരെമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും. ശ്രദ്ധിക്കണേ, നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്നെ വിവാഹ നിശ്ചയം കഴിച്ച കാലത്ത് നിനക്കുണ്ടായിരുന്ന സ്നേഹവും. സ്തോത്രം. അപ്പം ദൈവം പ്രശംസിക്കുന്ന ഒന്നാ എന്ത്? ഇവളുടെ യൗവനത്തിലെ ഭക്തി. ഇസ്രായേലിന്റെ യൗവനത്തിലെ, ഇസ്രായേലിന്റെ ആദ്യകാലത്തുള്ള, ഇസ്രായേലിന്റെ ആ ചോരത്തിളപ്പുള്ള കാലത്തുള്ള തൻ്റെ ഭക്തിയെ ദൈവം പ്രശംസിച്ചിട്ട് പറയുക, നിന്റെ യൗവനത്തിലെ ഭക്തി. 2, വിവാഹം നിശ്ചയിച്ച സമയത്ത് നിനക്ക് എന്തുണ്ടായിരുന്നു? സ്നേഹം ഉണ്ടായിരുന്നു. നമ്മൾ പലർക്കും നമ്മളെ തന്നെ ഒന്ന് ആഴമായിട്ട് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ആദ്യകാലത്ത് ദൈവത്തോടും ദൈവസഭയോടും ദൈവിക കാര്യങ്ങളോടും എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മളൊന്ന് ഓർത്തെടുക്കണം. ഇതായിരുന്നോ അവസ്ഥ? ഇതായിരുന്നോ അവസ്ഥ? സൺഡേ എങ്ങനെയാ? നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് വരണം. കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഒരിക്കലും ദൈവസന്നിധി നിന്നുകൊണ്ട് പറയും, ഇത് കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളല്ല. പക്ഷേ നമുക്ക് വാസ്തവമായിട്ടൊരു സ്നേഹം, നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ കമ്മിറ്റ്മെൻ്റ്, ആദ്യ സമർപ്പണത്തിലേക്കും നമ്മുടെ യൗവനത്തിലെ ഭക്തിയിലേക്കുമൊക്കെ ഒന്ന് തിരിഞ്ഞു വരേണ്ട സമയമായെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിനകത്ത് ആരെയും വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതിൽ ആരെയും വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാനും ചേർന്ന് ഓർത്തെടുക്കുകയാണ്. സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്, നാം ഒരുമിച്ചാണ് ഇത് ചിന്തിക്കുന്നത്. സ്തോത്രം. ഞായറാഴ്ച ഇങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചകളിലൊന്ന് വന്ന് നോക്കണം. സ്തോത്രം. ഇംഗ്ലീഷ് സർവീസിനൊന്ന് വന്ന് നോക്കണം. കന്നഡ സർവീസിനൊന്ന് വന്ന് നോക്കണം. ആദ്യകാലത്തുണ്ടായിരുന്ന നമ്മുടെ സഭയോടുള്ള സ്നേഹം, സ്തോത്രം, നമ്മുടെ ദൈവിക കാര്യങ്ങളോടുള്ള ഭക്തി കാലത്തിൻ്റെ പോക്കിൽ എവിടെയെല്ലാമോ കുറഞ്ഞുപോയി. സ്തോത്രം. ഇത് ഞാൻ മുതിർന്ന തലമുറയോടാണ് പറയുന്നത്. ഇളയ തലമുറയുടെ കാര്യം എന്താണെന്നറിയാമോ? ഇളയ തലമുറയുടെ പ്രശ്നം, മുതിർന്നവർ ഇത്രയും പിന്മാറിപ്പോയി, മുതിർന്നവർ ഇത്രയും പുറകോട്ട് പോയി. ഇളയ തലമുറ ചർച്ചയിൽ കാണാനേ ഇല്ല. ആരും കാളയെന്ന് വിളിച്ചൊന്നും പറയരുത്. പക്ഷേ പശുവിനെ ആടിനെയൊക്കെ വടിയും പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? കേരള അങ്ങോട്ട് എന്നും പറഞ്ഞ. ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ? കർത്താവിന്റെ ദാസൻ സത്യമായിട്ടും അതൊരു വിധിയുടെ നോട്ടമാണ്. എനിക്കറിയാം, ഞാൻ ദൈവസന്നിധി ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഒരു വിധിക്കലിൻ്റെ നോട്ടമാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പലരുടെയും മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. മുഖഭാവം, അത് മുഖം നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വിധിയുടെ വാക്കാണ്, എന്നോട് ക്ഷമിക്കണം, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഒരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ വിധിക്കുന്നത്. നമ്മളിൽ എത്ര പേർക്ക് ഈ ഒഴിഞ്ഞ കസേരകൾ കണ്ടപ്പം ഉള്ളത്തിൽ സങ്കടം തോന്നിയിട്ടുണ്ട്? നമ്മൾ നോക്കി, സത്യമാ, ഒരു 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 ഹൃദയവേദന നമ്മളിലുണ്ടായോ? നമ്മൾ നോക്കി ചിരിച്ചു, കർത്താവിന്റെ ദാസന്റെ മുഖത്തോട്ട് തിരിച്ചു നോക്കി, നമ്മൾ ബാക്കി മെസ്സേജ് കേട്ടു. ഈ കസേര കണ്ടപ്പം ഇവിടെ എൻ്റെ കുഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് എത്ര പേര് ചിന്തിച്ചു?
ഈ കസേര കണ്ടപ്പോൾ എൻ്റെ ഇന്ന സഹോദരൻ കഴിഞ്ഞ നാളിൽ നമ്മളെ വിട്ടുപോയവർ അവരിയ്ക്കേണ്ട കസേരയല്ലേ എന്ന് എത്ര പേര് ചിന്തിച്ചു? ഈ കസേര കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷം പറഞ്ഞ് ചിലരിയ്ക്കേണ്ടതല്ലേ എന്ന് എത്ര പേരുടെ ഹൃദയത്തിൽ തോന്നി? പ്രിയമുള്ളവരെ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആഗ്രഹങ്ങളാണ് കേട്ടോ ദൈവം സാധിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യിരെമ്യാവിൻ്റെ ഒരു വലിയ പ്രശ്നം, ഞാൻ യിരെമ്യാവിൻ്റെ പുസ്തകം ഇങ്ങനെ ആലോചിച്ചപ്പോൾ വായിച്ച് വന്നപ്പം ഞാൻ എന്നെ തന്നെ യിരെമ്യാവിനോടൊന്ന് സാമ്യപ്പെടുത്തി നോക്കുകയായിരുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾ ആദ്യോടന്തം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ യിരെമ്യാവ് ഭയങ്കര കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ദൈവം അങ്ങനെ അവനോട് ഇടപെട്ടെ. യഹോവയുടെ അരുളപ്പാടുണ്ടായതാ യിരെമ്യാവ് പറഞ്ഞേ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പല നല്ല വാക്യങ്ങളും വചനങ്ങളും കാണാൻ പറ്റും. പക്ഷേ അവൻ്റെ ആ മോഡ് ഓഫ് ടോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള മോഡ് ഓഫ് ടോക്കായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്നെക്കുറിച്ച്, എൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച്. സ്തോത്രം. ഞാനും ചിലപ്പോഴും അങ്ങനെ പല സമയങ്ങളിൽ എൻ്റെ ടോക്കുകളിൽ അധികവും നിറഞ്ഞു നിൽക്കുന്നത് പല സമയത്തും ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളും ഇതുപോലെയുള്ള ഇന്ന കാര്യങ്ങളിൽ നമ്മൾ മാറണം, ഇന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണം, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മാറി വരണമെന്ന് പറയുന്ന ഒരു സ്വഭാവം ഞാൻ എന്നിൽ കാണാനായിട്ടിടയായി തീർന്നു. തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഇനി ഞാൻ വേണം ദൈവസന്നിധിയിൽ നിന്ന് പരിശോധിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ദൈവം യിരെമ്യാവിലൂടെ പറഞ്ഞ ആദ്യ അധ്യായം മുതൽ അവസാന അധ്യായം വരെ കടന്നു പോകുമ്പോൾ ജനത്തിനുണ്ടാകേണ്ടതായിരിക്കുന്ന ശക്തമായൊരു മാറ്റത്തെക്കുറിച്ച് ദൈവം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അത് ഏറ്റെടുത്ത ഒരു ചെറിയ സമൂഹമുണ്ട്. അത് 26, 27 മുതലുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അത് ഏറ്റെടുത്ത ചെറിയൊരു കൂട്ടം, അതിനെ പറയുന്നത് ശേഷിപ്പെന്ന, റെമനന്റ് എന്ന് പറയും, ശേഷിപ്പ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം ചില ശേഷിപ്പുകളെ നിയമിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സന്തോഷകരവും മറുഭാഗത്ത് വേദനാകരവുമാണ്. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അതിലൊരു കൂട്ടം, ഒരു ചെറിയ കൂട്ടം ശേഷിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? മറ്റൊരു കൂട്ടം പുറത്താന്നുള്ളതാ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അത് ഭയങ്കര ഭീകരമാ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട എന്താണെന്നറിയാമോ? ഈ ശേഷിപ്പിനകത്ത് നമ്മളുണ്ടായിരിക്കണം. വി ഷുഡ് ബി ഇൻ ദ റെമനന്റ്. ആരാ റെമനന്റ്? ആരാ ശേഷിപ്പ്? ആരാ ശേഷിപ്പ് എന്ന് പറയുന്നത്? കർത്താവിൻ്റെ വചനം കേട്ട് അല്പം നെഗറ്റീവായിട്ടൊക്കെ ഇവൻ പറയുന്നതെന്നുണ്ടെങ്കിലും ഇവൻ്റെ വായിൽ നിന്ന് വരുന്നതിനകത്ത് വലിയ അനുഗ്രഹത്തിൻ്റെയും പ്രോസ്പെരിറ്റിയുടെയും വലിയ എന്താ പറയുന്നത്, ഹൈ എൻഡായിട്ടുള്ള ഹൈപ്പർ ഗ്രേസിൻ്റെ ഒന്നും വേർഡ്സ് ഇല്ലെങ്കിലും പറയുന്നത് വചനവുമായിട്ട് ചേർന്ന് പോകുന്നെന്നും ദൈവാത്മാവിൻ്റെ ഹൃദയമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നും തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്നവരാ റെമനന്റിനകത്ത് വരുന്നത്. യിരെമ്യാവ് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. യിരെമ്യാവ് പറഞ്ഞു നിങ്ങളെന്ത് ചെയ്യണം? പ്രവാസത്തിലോട്ട് പോകണം. പക്ഷെ ഇവരെന്ത് പറയും? നോ, ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ കഴുത്തെ നോക്കാൻ വെക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ യിരെമ്യാവ് പറഞ്ഞു നോ, ഗോഡ് ഈസ് ആസ്കിങ് യു ടു ഗോ ടു എക്സൈൽ. ദൈവം നിങ്ങളോട് പറയുക, നിങ്ങൾ പ്രവാസത്തിൽ പോകേണ്ടി വരും. പ്രവാസത്തിൽ പോകുന്നവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. ചിന്തിക്കാൻ പറ്റുമോ? പല സമയങ്ങളിലും നമ്മുടെ ചിന്താഗതികൾക്ക് വിരുദ്ധമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി, നമ്മുടെ ആശകൾക്ക് വിരോധമായി, സ്തോത്രം, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി, നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്ന ചില സ്പിരിച്വൽ ട്രഡീഷൻസിന്റെ വിരോധമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ മടങ്ങി വരട്ടെ, ഇല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം വ്യതിചലിച്ചു പോകും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യകാലത്ത് അവന് ഭക്തി ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഭക്തി ഇല്ലാത്തവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഭക്തി എങ്ങനെയാണെന്ന് ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. വാട്ട് ഡു വി പ്രിഫർ?
നമ്മൾ ഏറ്റവും എന്തായിട്ട് പറയുന്നത്, നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യം എന്തൊക്കെയാണ്? ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പം ഞാൻ രാവിലെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ, ഈ കൊടുക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്. പക്ഷെ കൊടുക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വാസ്തവത്തിൽ പേടിയാണ്. കൊടുക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇവനെ ഏതാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാലോ എന്നുള്ള പേടിയാണ്. സ്തോത്രം. കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. സ്തോത്രം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ, ബാക്കിയൊന്ന് പറഞ്ഞേ, എന്തോ കണ്ടോ, കൊച്ചു പറഞ്ഞു, നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു, ദൈവം സ്നേഹിക്കുന്ന. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കരങ്ങൾ വരണ്ടു പോകരുത്. സ്തോത്രം. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വേലക്കാരെ. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ വേലക്കാരായ ഞങ്ങളും ചിന്തിക്കണം, ശരിക്കും എന്ത് ചെയ്യുന്നുണ്ടോ? അധ്വാനിക്കുന്നുണ്ടോ? ശരിക്കും വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും പറയുന്നുണ്ട്, നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ എല്ലാത്തിലും എന്ത് ചെയ്യണം? ഓഹരി കൊടുക്കണം. സ്തോത്രം. നമ്മുടെ ചർച്ചിന് നല്ലൊരു സിസ്റ്റമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം. ആരുടെയും കയ്യിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. മേടിക്കാൻ ഞങ്ങൾക്കും അനുവാദമില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ അറിയാത്തതോ ആയിട്ടുള്ള മറ്റൊരു നിയമം കൂടെ സഭയ്ക്കുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രേരിപ്പിച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇന്നതുപോലെ ഞങ്ങളുടെ കാര്യം വിടട്ടെ, സഭയ്ക്ക് കീബോർഡിന് പൈസ വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കീബോർഡിന്, ഇവിടെ നമുക്ക് പുറത്ത് കവർ വെച്ചിട്ടുണ്ട്, കീബോർഡിനായിട്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ആ കവറിനകത്തിട്ട് നമ്മുടെ ഓഫർട്ടറി ബോക്സിലിടണം. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് പറയുക, ഇന്ന ആൾക്ക് ഇന്നതുപോലെ കൊടുക്കണം എന്ന് ഹൃദയത്തിൽ പറഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുന്ന നിയമങ്ങൾ നമുക്കില്ല. മറിച്ച് അത് പറയും, ഒരു കവറിലിട്ട്, ഇപ്പോൾ ജോയ്സിംഗ് പാസ്റ്റർ പറഞ്ഞല്ലോ, പാസ്റ്റർ ജോയ്സിങ്ങിന് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കവറിലിടണം. നിങ്ങൾക്ക് റെസീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെഴുതിയിടണം. അല്ല സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പേരെഴുതാതിടണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചതാ പറയണമെന്ന്, പിന്നെ ഞാൻ എൻ്റെ വിലക്കിയത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ സൈഡ് പിടിച്ച് ഞാനങ്ങ് പറയുക. സ്തോത്രം. നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം. എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെയൊക്കെ ഭവനത്തിലൊരു ദൈവദാസം വന്നാലുണ്ടല്ലോ, വെറും കൈയോടെ ഇറങ്ങിപ്പോകത്തില്ല, സമ്മതിക്കുകയില്ല. സ്തോത്രം. അന്നൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയം, ഏറ്റവും ചെറുതായിരിക്കും. വരുന്നവർക്ക് അത് ചെറുതായിട്ട് ചിലപ്പോൾ തോന്നും, മേടിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ ദൈവത്തിനാണ് കൊടുക്കുന്നത്. സോ മേടിക്കുന്ന ആളുടെ എന്താ പറയുന്നത്, പ്രീതിക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, തന്നവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു നേരം ഉച്ചയോടടുത്ത സമയത്തൊക്കെയാണ് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ, ഇല്ല ഇച്ചിരി നേരത്തെ വന്നാലും വർത്താനം പറഞ്ഞ് ഉച്ച വരെ ഇരുത്തും. എന്നിട്ട് ഉച്ചയ്ക്ക് എന്ത് ചെയ്യും? ആഹാരം കൊടുത്തു വേണ്ടു. സ്തോത്രം. ഇന്ന് ആഹാരത്തിന് പഞ്ഞമില്ലെന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കൊക്കെ ആഹാരത്തിന് എന്തില്ല? പഞ്ഞമില്ല. സ്തോത്രം. എന്നാലും സ്തോത്രം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവിഷയമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമ്പന്നരായിത്തീരണം. നമ്മൾ അടിമുടി ഒരു മാറ്റത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട കാലഘട്ടമായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. അടിമുടിയായ ഒരു മാറ്റത്തിന്. സ്തോത്രം. സഭ നിറയണമെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് സഭയുടേതായിരിക്കുന്ന വചനപ്രകാരമുള്ള കീഴ്വഴക്കങ്ങളിലേക്ക് സഭ മടങ്ങി വരണം. കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സഭയോടുള്ള സ്നേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഭക്തിയിലേക്ക് മടങ്ങി വരണം. ഇതൊക്കെ ഭക്തിയുടെ ഭാഗമായിരുന്നു കേട്ടോ. സ്തോത്രം. പിന്നീട് അത് മാറി, നിയമങ്ങൾ വരേണ്ടി വരുന്നത് എന്താണെന്നറിയാമോ? പിന്നെ ഇതായി ആശ്രയം, അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ആശ്രയങ്ങൾ ദൈവിക കാര്യങ്ങളിൽ നിന്ന് മാറി ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോയത്
ഇതേ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതാകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. വായിച്ചാട്ടെ, മുൻപോട്ടുള്ള ഭാഗം വായിച്ചാട്ടെ. നോക്കിക്കേ, ദൈവം ഇസ്രായേലിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടണം. എന്താ വിശുദ്ധം? ആരെങ്കിലും ഒരാൾ പറയാമോ? വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? പറ, ധൈര്യമായിട്ട് പറ. അതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം. സാങ്ക്ടിഫൈഡ്. ഒന്നുമല്ല, നമ്മൾ വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുള്ളൊരു മെസ്സേജ്. അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ, ഇത് മറന്നു പോകരുത്. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർതിരിച്ച് വെച്ചേക്കുന്ന. സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് വെച്ചേക്കുന്ന. ആ മൂലപദം അങ്ങനെയാ അത് പറയുന്നേ. എന്ന് പറഞ്ഞാൽ അശുദ്ധിയായി കിടന്നിരുന്ന, വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങളുമായിട്ട് ഓടി നടന്നിരുന്ന, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ വിരഞ്ഞോടിയിരുന്ന നമ്മെ പിടിച്ച്, സ്തോത്രം, നമ്മുടെ മേലൊരു അഭിഷേകം പകർന്ന് തൻ്റെ വിശുദ്ധമായിരിക്കുന്ന, തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്തോത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതയുള്ള പാത്രമായി വേർതിരിച്ച ശുശ്രൂഷയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് സാധ്യമാക്കി തീർത്തത് കാൽവരി ക്രൂശിലെ യാഗശാല. സ്തോത്രം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവവേദലെ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിന് വിശുദ്ധരായവരാണ്, ദൈവത്തിനു വേണ്ടി വേർപെട്ടവരാണ്, ദൈവം വേർപെടുത്തി തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ആ ഉദ്ദേശം ചെയ്യുന്നതായിരിക്കണം എൻ്റെ നിങ്ങളുടെ ലക്ഷ്യം. അതിനാ ഭക്തി എന്ന് പറയുന്നത്, അതിനാ സ്നേഹം എന്ന് പറയുന്നത്. കാലം പോകുന്ന പോക്കിൽ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പരിപാടിക്കും നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. ദൈവത്തിന് മഹത്വം. ഒന്നിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ലോകം പറയും, പല കാര്യങ്ങൾ പറയും. സ്തോത്രം. ലോകത്തിന്റെ മായാമോഹങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കും. അത് പിശാചിന്റെ തന്ത്രവാ. പല ചോദ്യങ്ങൾ ചോദിക്കും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ പിശാച് പല ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ മുമ്പിൽ പറയണം, നോ, എൻ്റെ ദൈവം പറഞ്ഞത് ഇതാ, അതെ ഇതിനകത്തുണ്ട്, നീ വേണേ വായിച്ചോളാൻ പറഞ്ഞ് പിശാചിന് കൊടുത്തേക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ എനിക്ക് വിശുദ്ധമാണ്. നോക്കിയേ, ദൈവത്തിൻ്റെ വിളവിൻ്റെ ആദ്യ ഫലമാണെന്ന്. അത് വിളിച്ചോതുന്ന കാര്യം എന്താ? ഈ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യ ഫലം എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്ന മറ്റൊരു കാര്യം എന്തുവാ? ആദ്യജാതൻ എന്ന് പറയുന്നതിനും ഏകജാതൻ എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അവന് ശേഷം ചില അടുത്ത ജാതന്മാരുണ്ട്, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങളുണ്ട്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ എന്തുവാ? അത് കഴിഞ്ഞ് ചില ഫലമുണ്ട്. അപ്പൊ എന്നെ നിങ്ങളെ ദൈവം ആദ്യ ഫലമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശേഷം നമ്മൾ മുഖാന്തരം ഇനിയും ചില ഫലങ്ങൾ പുറപ്പെടുവിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇസ്രായേലിന് പറ്റിപ്പോ ഏറ്റവും വലിയ കുഴപ്പം, ഇസ്രായേൽ വിചാരിച്ചു ഇവര് മാത്രമാ ഏക വിശുദ്ധ സന്തതി എന്ന് കരുതി. അതുകൊണ്ട് വേറെ ആർക്കും ഈ അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യാൻ അവരെന്തല്ലായിരുന്നു? തയ്യാറല്ലായിരുന്നു. വേറെ ആർക്കും ഈ അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദൈവം വിളിച്ച അങ്ങനെയല്ല. അബ്രഹാമിനെ വിളിച്ച വിളി നിങ്ങൾ ഓർക്കുന്നില്ലേ? അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മുഖാന്തരം ദേശങ്ങൾ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഐ വിൽ ബ്ലസ് ദ നേഷൻസ് ത്രൂ യു എന്നാ പറഞ്ഞേക്കുന്നത്. ഈ ഭക്തി വിട്ടുപോയി, സ്നേഹം വിട്ടുപോയി എന്നൊക്കെ പറയുമ്പം ഈ കാലഘട്ടത്തിൽ ഞാൻ വളരെ വിഷമിക്കുകയും സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മുടെ തലമുറയുടെ ഇടയിൽ ഭക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വി ഹാവ് ടു റിയലൈസ് ഇറ്റ്. ദൈവകാര്യങ്ങളോടുള്ള ബന്ധം വരുമ്പോൾ പലതിനെയും സാക്രിഫൈസ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയുന്നില്ല. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ്. ഭക്തിയും ഉറക്കവും തമ്മിലൊന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി.
വിച്ച് വൺ ഡു വി ഗിവ് മോർ പ്രിഫറൻസ്? രാവിലെ എഴുന്നേക്കാൻ നമുക്ക് എന്താ മടി വരുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പ്രത്യേകം എടുത്തു നോക്കണം നിങ്ങൾ. അതേസമയം ഒരു പിക്നിക് ഉണ്ടെന്ന് പറഞ്ഞേ, ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ രമ്യാവിൻ്റെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഒരു പിക്നിക് ഉണ്ടെങ്കിൽ 4:30 എഴുന്നേക്കാനും കുഴപ്പമില്ല, 3:30 എഴുന്നേക്കാനും കുഴപ്പമില്ല, 2 മണിക്ക് എഴുന്നേക്കാനും കുഴപ്പമില്ല. ദേ വിൽ ഗെറ്റ് അപ്പ്. നിങ്ങൾ ആരും പാക്ക് ചെയ്ത് കൊടുക്കണ്ട, അവരുടെ ബാഗ് അവർ പാക്ക് ചെയ്തോളൂ. അവർക്കറിയാം എന്നാക്ക് പാക്ക് ചെയ്യണമെന്ന്. അവർ പാക്ക് ചെയ്യും. പുറകെ നടന്ന് മോളെ അതെടുത്തോ ഇതെടുത്തോ. അവർക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുമ്പം തലേ തുണി എടുത്തോ, വേദപുസ്തകത്തിൻ്റെ സ്തോത്രാഴ്ചയ്ക്ക് പൈസ എടുത്തോ, എല്ലാം എന്ത് ചെയ്യണം? സ്തോത്രം. പ്രിയമുള്ളവരെ, മാറണം. ഉറക്കം, ഞാൻ അവിടെയാണ് തുടങ്ങി. സ്തോത്രം. ഉറക്കവും പ്രാർത്ഥനയും തമ്മിൽ നോക്കുമ്പോൾ ഏർലി മോർണിംഗ് പ്രേയേഴ്സിനൊന്നും പിള്ളേരൊന്നും കിട്ടാത്ത എന്തുകൊണ്ടാണ്? ദേ വോണ്ട് ടു സ്ലീപ്പ്. വൈ? ദേ ഗോ ടു സ്ലീപ്പ് വെരി ലേറ്റ്. പോകുന്ന എപ്പോഴാണ്? 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്. സ്തോത്രം. ആരുടെ പ്രശ്നമാണ്? ജോലി. ഇപ്പം നിങ്ങൾക്ക് ലോഗ് ഔട്ട് ടൈമുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എഗ്രി. നിങ്ങൾക്ക് 12 മണി വരെ കമ്പനിയിൽ ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഐ എഗ്രി. നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങളുടേതായിരിക്കുന്ന ജോലി കാര്യങ്ങൾ നോക്കുകയാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ ലേറ്റ് നൈറ്റ് ടൈംസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. വേർ ഡു യു സ്പെൻഡ് യുവർ ടൈം? ഇഫ് യു ആർ പ്രേയിങ്, ഐ എം ഓക്കെ ഫോർ ദാറ്റ്. ചിലരുണ്ട് 12 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുതിയ ദിവസം കണ്ടിട്ട് ഉറങ്ങത്തുള്ളൂ. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഐ അപ്രീഷിയേറ്റ് യു. സ്റ്റോപ്പ്. നമ്മുടെ പല ലേറ്റ് നൈറ്റുകളും ഈവനിങ്സിൽ ചെയ്യേണ്ട കാര്യം ഡിലേ ചെയ്ത് ലേറ്റ് നൈറ്റ് ആക്കുന്നതാണ്. വൈകുന്നേരം 6 മണിക്കോ 6:30 7 തുടങ്ങി ഒരു 8:30 9 ആകുമ്പോൾ തീർക്കാവുന്ന കാര്യം തീർക്കാതെ ഫോണിലോ ടി വിയിലോ അല്ലെങ്കിൽ സംസാരിച്ചോണ്ടോ എങ്ങനെയും ഇരുന്നേച്ച് 9:30 ആകുമ്പോഴാണ് പണി തുടങ്ങുന്നേ. പോകുമ്പോൾ എന്താവും? 11 മണി 12 മണിയാവും കിടക്കുമ്പോൾ. ആരുടെ കുഴപ്പമാണ്? സ്തോത്രം. എന്നിട്ട് എനിക്ക് ഉറക്കം തികയുന്നില്ലെന്ന് പറഞ്ഞാൽ നോ, വി നീഡ് ടു ചേഞ്ച്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ചു വരണം. നമ്മളെ ഈ ലോകം പഠിപ്പിച്ചു, ഈ ലേറ്റ് നൈറ്റ് ഉറങ്ങി ലേറ്റ് മോർണിംഗ് എണീക്കുന്നത് ഈസ് ഫൈൻ എന്ന് പഠിപ്പിച്ചു. വി ആർ ഓക്കെ വിത്ത്. പക്ഷെ നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചമാരും ഇതൊക്കെ നല്ല ട്രഡീഷൻസാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് പഠിപ്പിച്ചു. ഓർക്കുന്നുണ്ടോ? സ്തോത്രം. എനിക്കൊന്നും 3:30 4 മണിയാകുമ്പോൾ കട്ടൻ കാപ്പി വരുമായിരുന്നു. കാരണം അമ്മച്ചി 3:30 ആകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് ഈ 4 മണിയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ 4:30 അടുപ്പിച്ചുള്ള സമയത്ത് അമ്മച്ചി വേഗം പോയി ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് എന്നെ വിളിക്കുമായിരുന്നു. നമ്മുടെ ഉറക്കത്തേക്കാൾ നമുക്ക് ഉറക്കം തരുന്ന കർത്താവ് വലുതെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കണം. ഏർലി മോർണിംഗ് പ്രേയേഴ്സിനൊക്കെ ഇവിടെയുള്ള ഞാൻ പറയാം ഒരു 80% ആളുകൾക്കും പങ്കെടുക്കാവുന്നവരാണ്. നമ്മളിൽ ഒരു ഭൂരിഭാഗം ആളുകളുടെയും ജോലി കാര്യങ്ങളൊക്കെ 7 മണി 7:30 8 മണിക്കകത്ത് തീരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത്യാവശ്യ കാര്യങ്ങളെ കഴിച്ച് ഒരു 9:30 10 മണിക്കകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാക്കി നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഭൂരിഭാഗം വരും. അതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ, സിമ്പിളായിട്ട്. അങ്ങനെയുള്ളവരുടെ കാര്യം ഞാൻ ആരെയും വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ വേർപെട്ടവരാ. നമ്മൾ വിശുദ്ധരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൂട്ടമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്കും ലോകത്തിൻ്റെ വഞ്ചനയിലേക്കും തിരിയാതെ ദൈവികമായ ഒരു കൾച്ചറിനെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേ മതിയാകത്തുള്ളൂ പ്രിയമുള്ളവരെ. ബിക്കോസ് വി ആർ കോൾഡ് ഫോർ ദാറ്റ്. നമ്മൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ച എന്തുവാ? ഗോഡ് ഈസ് ഷോയിങ് ദ അതർ നേഷൻസ്. മറ്റുള്ള ജാതികൾക്ക് ദൈവം ഒരു കൾച്ചർ കാണിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അവനും ഇതുപോലെ ഇതിനകത്ത് കിടന്നതാ.
ഈ പറഞ്ഞ തേരഹാണേലും തേരഹിൻ്റെ അപ്പനാണേലും ഈ പറഞ്ഞ അബ്രഹാം ആണെങ്കിലും സ്വത്രം അവരെല്ലാം ഈ ലോകത്തിനകത്ത് തന്നെ കിടന്നവരാ. പക്ഷെ അവരുടെ ഇടയെന്ന്, ഈ ലോകത്തിന്റെ ഇടയെന്ന് വിളിച്ച് വേർതിരിച്ച് ഒരു പുതിയ പണിക്കായിട്ട്, ഒരു പുതിയ പണിയായിട്ട് ദൈവം അവരെ എന്ത് ചെയ്തു? രൂപാന്തരപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കുമെന്ന്. സോ ദാറ്റ് മീൻസ് മറ്റുള്ളവർക്ക് ഇവരെ ദൈവം എന്താക്കുകയാ? ഒരു എക്സാമ്പിൾ ആക്കുകയാ. ഇന്ന് നമ്മളെ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയി തീരുന്നുണ്ടോ? ഐ ഓൾവേസ് ആസ്ക്, ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു, വി ഷുഡ് ബി സെപ്പറേറ്റ്. നമ്മൾ വേർപാട് അനുഷ്ഠിക്കുന്നവരായിരിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു. സ്തോത്രം. എന്തുകൊണ്ടാ? മറ്റുള്ളവർക്ക് നമ്മളെ കണ്ട ഒരു വേർപാടുണ്ടെന്ന് അറിയണം. ഇന്നുണ്ടോ? ലെറ്റ് മീ ആസ്ക് യു, നിങ്ങൾ പുറത്തിറങ്ങിയാൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക്, ഡു ദേ നോ ദാറ്റ് യു ആർ സംബഡി സെപ്പറേറ്റ്? നിങ്ങൾ വേർപെട്ടവരാണെന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാവോ? ഓർ ഡു ദേ സീ ഓക്കെ ഫൈൻ, അവളും ഞാനും എല്ലാം ഒരുപോലെയാണ്, ഞാൻ അതിന് വരും, അവളും അതിന് വരും, ഞാൻ ഇതിന് പോകും, അവനും വരും, വിളിക്കാം, ഉടനെ ഫോൺ വരും. ഹല്ലേലൂയ. ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, നമുക്കൊരു വേർപാടിൻ്റെ അനുഭവം വേണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെയുള്ളവരെ കാന്തയാകത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ വളരെ ഇറ്റേണൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാ പറയുന്നേ. എന്താ പറയുന്നത്? നിത്യതയുടെ ദർശനത്തിൽ നിന്നുകൊണ്ടാ ഞാൻ പറയുന്നേ. സ്തോത്രം. കർത്താവ് തൻ്റെ കാന്തയായി, സ്തോത്രം, ഒരുത്തിയെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് സഭയെ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ ആ സഭ വേർപാട് അനുഷ്ഠിക്കുന്നവളായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. സ്തോത്രം. ലോകത്തോട് ചേർന്ന്, ഈ വാക്ക് പ്രയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ലോകത്തോട് ചേർന്ന് വ്യഭിചരിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് കാന്തയായിട്ട് സ്വീകരിക്കത്തില്ല. സ്തോത്രം. ലോകത്തിൽ നിന്ന് മാറി നിൽക്കും. ലോകം മാടി വിളിക്കും, പലതിനും മാടി വിളിക്കും. സ്തോത്രം. പക്ഷെ അതിനോടെല്ലാം ആകത്തില്ല. ഞാൻ വേർപെട്ടവളാണെന്നു, ഞാൻ ഒരുവന്റെ കാന്തയാണെന്നു തന്നെ തന്നെ സമർപ്പിക്കുന്നവരെ സ്വീകരിക്കാനാണ് യേശു കർത്താവ് മധ്യവാനത്തിൽ വരുന്നത്. സ്തോത്രം. അവിടെ നമുക്ക് നിത്യാനന്ദമുണ്ട്. ഇവിടെ അല്പം റിജക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും, ഇവിടെ എല്ലാവരും നമ്മുടെ തോളത്ത് കൈയിടാൻ വരത്തില്ലെങ്കിലും, സ്തോത്രം, ഇവിടെ എല്ലാവരും നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ വരത്തില്ലെങ്കിലും, എല്ലാവരും നമുക്ക് വന്ദനം പറഞ്ഞില്ലെങ്കിലും, സ്തോത്രം, അവിടെ ചെല്ലുമ്പോൾ എല്ലാ മുഴങ്കാലും മടങ്ങുന്നവന്റെ കാന്തയാ. എല്ലാ മുഴങ്കാലുകളും ആരുടെ മുമ്പിൽ മടങ്ങുമോ അവന്റെ കാന്തയാണെന്ന് പറയുന്ന എനിക്ക് നിങ്ങൾക്ക് ഒരു വിശേഷണമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അത് മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ചപ്പാണെന്നോ കുപ്പയാണെന്നോ പൗലോസിനെ പോലെ എണ്ണുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ഇതാ നമ്മുടെ കോളിംഗ്, ഇതാ നമ്മുടെ വിളി. ഇത് ഉറപ്പാക്കാനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നേ. നമ്മുടെ ഭക്തി കുറഞ്ഞു പോകരുത്, നമ്മുടെ ആദ്യ സ്നേഹം തണുത്തു പോകരുത്. നമ്മൾ വിശുദ്ധരാണെന്നുള്ളത് വിഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. കണ്ടോ, തിരിച്ചറിയണമെങ്കിൽ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഒന്ന് മാറി നിൽക്കുന്നതിനാ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം എന്നാ പറയുന്നത്. ഇല്ലേ? ഇതൊക്കെ വായിച്ച വചനങ്ങളല്ലേ, പഠിച്ച വചനങ്ങളല്ലേ? ദൈവത്തിന് സ്തോത്രം. നന്മയും പ്രസാദവും പൂർണ്ണതയും. നോക്കണേ, നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വഴിയില്ല. ദൈവപ്രസാദമുള്ളത് ദൈവത്തിൻ്റെ വഴിയില്ല. ഇനി ഒന്നും കൂടെ മുകളിലോട്ട് പോയി പറയാം, പൂർണ്ണതയുള്ളത് പൂർണ്ണതയുള്ളത്. ബാക്കിയെല്ലാം അപൂർണമാണെന്നേ. ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. ഒന്നിനും വിശ്വസിക്കരുത്. ഈ ലോകം പറയും ഇതെല്ലാം പൂർണ്ണമാണെന്ന് പറയും, ഇതെല്ലാം നല്ലതാണെന്ന് പറയും, ഇതെല്ലാം മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര പ്രസാദമായിട്ട് നിന്നെ കാണുന്നവര് അത് നല്ല അപ്പീലിംഗ് ആയിരിക്കുമെന്ന് പറയും. നോ, അതൊന്നും അല്ല പൂർണ്ണതയുള്ളത്. പൂർണ്ണതയുള്ളത് ദേ ഇത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അംശമായതിനെ നീക്കി പൂർണ്ണമായി വെളിപ്പെട്ടു വന്ന
ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം സഭ തയ്യാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, നീ വിളവിൻ്റെ ആദ്യ ഫലമാണെന്ന്. അർത്ഥാൽ നമ്മൾ മറ്റുള്ളവർ ദൈവസന്നിധിയിൽ വരുന്നതിന് മുഖാന്തരമായി തീരണമെന്ന്. എങ്ങനെ ആയിത്തീരും? നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി തീരണമെന്ന്. ഇവരുടെ അടുക്ക പോയാൽ അങ്ങനെയല്ലായിരുന്നോ പണ്ട്? ഞാൻ ചിലതൊക്കെ പഴയതിൽ നിന്ന് തന്നെ കൊണ്ടുവരുവാ. സ്തോത്രം. എത്ര തെറി പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും വിഷയം വരുമ്പം, പ്രയാസം വരുമ്പോൾ അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇവരുടെ ഇടയിൽ പോയാൽ മതിയെന്ന്. അങ്ങനല്ലേ പലരും വന്ന് കയറിയേ? ഇന്നറിയാവോ? അങ്ങനെ പലരും വന്ന് ഇതിനകത്ത് കയറിയത് അങ്ങനാ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വിടുതലിനെതിരല്ല കേട്ടോ. സ്തോത്രം. പലരും ഗതിമുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ തേടിയത്. സ്തോത്രം. അത് അവരുടെ യാത്രയുടെ ആരംഭമായി മാറി. സ്തോത്രം. ഒരു പുതിയ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായി മാറി എന്നുള്ളത് സത്യമാ. നമ്മളുടെ പലരുടെ അനുഭവം അങ്ങനല്ലേ? നമ്മുടെ പലരുടെ അനുഭവം. സ്തോത്രം. ഞങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെട്ടവരെ, എൻ്റെ മമ്മിയുടെ കുടുംബമൊക്കെ രക്ഷിക്കപ്പെട്ടവരെ ഗതിമുട്ടിയ കാലത്ത് വന്ന് കയറിയത്. സ്തോത്രം. മരണം ഡോക്ടർ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ചോളാൻ പറഞ്ഞ് പെട്ടി വരെ ഓർഡർ ചെയ്തു. പക്ഷെ ദൈവം വിടുതൽ കൊടുത്തപ്പോഴാ ഇവൻ ജീവനുള്ള ദൈവമാണെന്ന് അറിഞ്ഞേ. സ്തോത്രം. സാമുദായിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്നത് അപ്പോഴാ. സ്തോത്രം. അതുകൊണ്ട് ഗതിമുട്ടി കയറി വരുന്നവന് ഗതി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഗതി അറിയാതെ അലഞ്ഞാൽ എവിടെ പോയി ഗതി കാണിച്ചു കൊടുക്കും? അതുകൊണ്ടാ ഈ പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, കാലാളിൻ്റെ കൂടെ ഓടുമ്പോൾ ക്ഷീണിച്ചു പോയാൽ കുതിരയുടെ കൂടെ നീ എങ്ങനെ പോയി മത്സരിച്ചോടാനാടാവുകയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ വേഗത കുറവും ബലക്കുറവും ഒക്കെ ഒന്ന് മാറിയിട്ട് മാൻകാലുകളെ പോലെ ഹല്ലേലൂയ നമ്മുടെ കാലുകളെ ആക്കുന്നവൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു പുതുക്കത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമയമായെന്ന് ദൈവാത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുക. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്വത്രം. നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഭക്തിയിലേക്കൊന്ന് തിരിച്ചു വരാം, നമ്മുടെ സ്നേഹത്തിലേക്കൊന്ന് തിരിച്ചു വരാം, നമ്മുടെ വേർപാടിലേക്കൊന്ന് തിരിച്ചു വരാം. നമ്മുടെ ലോകവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ ഒരു ഡെഫിനിഷൻ, ഒരു ലിമിറ്റേഷൻ, ഒരു അകലം വെക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ ദൈവസന്നിധി കടന്നു വരുന്നതിന് നമ്മൾ ആദ്യ ഫലമായിട്ട് നിലനിൽക്കാം. സ്തോത്രം. മുമ്പോട്ട് പോകുകയാ. ഹല്ലേലൂയ. ഞാൻ 5-ാമത്തെ വാക്യത്തിലേക്ക് ഓടിപ്പോകുക. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് വിദ്യാമൂർത്തികളോട് ചേർന്ന് മൃഗന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. നോക്കിക്കേ. എന്നിട്ട് താഴോട്ടൊക്കെ വരുമ്പോൾ ഞാൻ വേഗം പറഞ്ഞു പോവാണേ. താഴോട്ട് വരുമ്പോൾ കർത്താവ് ചോദിക്കുക, എടാപ്പാ, നിങ്ങളിത് അന്യജാതികളിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്ന് സുവിശേഷം പറയുമ്പം അവർ നമ്മളെ അടിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളോട് വിരോധമുള്ളത് കൊണ്ടാ? നമ്മളോട് വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷം ഉള്ളത് കൊണ്ടാണോ നമ്മൾ എന്ന് സുവിശേഷം പറയുമ്പം അവർ നമ്മളെ അടിക്കാനും കൊല്ലാനും വരുന്നത്? അല്ല. അവർക്ക് അവരുടെ ദൈവങ്ങളോടും അവരുടെ വിശ്വാസ സംഹിതയോടുമുള്ള അതിയായ ഭക്തി കൊണ്ടാണ് അവർ നമ്മളെ അടിക്കാൻ വരുന്നത്. അവർക്ക് പേടിയാ. എന്ത്?